അനീഷിന് എന്താ പേരാ കിട്ടിയിരിക്കുന്നത്? ലാലേട്ട മുള്ളംപന്നി. എന്താ പേര്? എന്താ കണ്ടായിരിക്കും അങ്ങനെ വിളിക്കാൻ കാര്യം? എനിക്കറിയില്ല. ശരത്താണ് ആ പേരിട്ടത്. ആരാണ്? അതെന്റെ പൗരധർമ്മമാണല്ലോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ ഫൈൻ. പല കാരണങ്ങളുണ്ട്. അവരിനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം. അല്ല അത് ശരത്, ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, ശരത് സംസാരിക്കൂ. സോറി ആലട്ടാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇവർ പറയുന്നില്ല. ഓരോരോ പേരുകൾ ഇവർക്ക് വായിക്ക് തോന്നുന്ന പേരുകളാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പ വന്ന് ബംഗാളി, അമ്മ വന്ന് മംഗോളി, ഞാൻ വന്ന് മലയാളി, ഇവൻ എരപ്പാളി. എനിക്കും കുഴപ്പമൊന്നുമില്ല, ഇവർ വിളിച്ചോട്ടെ. എത്രമാത്രം വിളിക്കുന്നു അത്രമാത്രം ഞാൻ ഹാപ്പിയാണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് ആരാ കൊടുത്തിരിക്കുന്നത്? ഷാനവാസ്, ഈ കൊടുത്ത പേരുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേര് പറയൂ. സെർലാക്ക് വിളിച്ചത്. ജിസൈലിന് എന്താ പേര് കിട്ടിയ? ജിസൈൽ എനിക്ക് കിട്ടിയില്ല. കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല. അതെന്താ? ആരും എന്റെ പേരെടുത്തില്ലായിരുന്നു. അതുപോലെ നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. അപ്പൊ ഇപ്പൊ തരിപ്പിക്കാം. എന്നാ പേര്? ഇയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ഒനിൽ, എന്താണ് കൊടുക്കാൻ തോന്നുന്നത്? ഇന്നത്തെ ലുക്കിൽ ശ്രീദേവി. അങ്ങനെ ഒരു പേരുണ്ടോ? ഇന്നത്തെ ലുക്കിൽ ശ്രീദേവി. ചോദിച്ചത് കേട്ടില്ലേ? എല്ലാ ദിവസവും ലുക്ക് മാറിക്കൊണ്ടിരിക്കുക. ജിസേലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി ക്വീൻ. അപ്പൊ ഒരു അയൺ ലേഡി എന്നൊക്കെ പറയാം. പക്ഷെ വെടിച്ചിന്റെ പേര് മാത്രം പോരാ. ഞാന് മേക്കപ്പ് കള്ളിന്ന് വിളിക്കുന്നു. ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലേ മോനെ. ഡാനു, എന്താണ് ഒരു പേര് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്? ഞാന് ബാർബി ഡോൾ എന്നായിരുന്നു. ബാബി ഡോൾ. ഓക്കെ. ഞങ്ങൾ അസ്വസ്ഥരാണ്. റെനോ? ബ്യൂട്ടി പാർലർ. ഞാൻ ചിരിച്ചു പോയനെ.